ഇനി തേയിലപ്പൊടി ഒന്നും ഇല്ലാതെ തന്നെ നല്ലൊരു ചായ ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് നല്ലവണ്ണം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് 2 ഏലക്ക, 2 ഗ്രാമ്പൂ, ഒരു 3 പട്ട ഇത്രയും ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 സ്പൂൺ പഞ്ചസാരയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. അതിനെ ഒരു കപ്പിലോട്ടൊന്ന് മാറ്റാം. ഇതാ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി സെയിം പാത്രം തന്നെ നമുക്ക് ഗ്യാസിലോട്ടൊന്ന് വയ്ക്കാം. എന്നിട്ട് ആ പഞ്ചസാര എടുത്ത് ഇതിലോട്ടൊന്ന് തട്ടാം. എന്നിട്ട് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. സാധാരണ മെൽറ്റ് ചെയ്യുമ്പോൾ അറിയാമല്ലോ, ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കേണ്ടത്. ഒരിക്കലും ഹൈയിൽ വയ്ക്കരുത്, എങ്കിൽ കരിഞ്ഞു പോകും. കരിഞ്ഞൊരു ചെറിയൊരു കയ്പ്പ് വരും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് മെൽറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി വരും. നിങ്ങൾക്കറിയാമെന്നുള്ളതാണ്, പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതാ പഞ്ചസാര മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. മെൽറ്റായി വരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ദൂരെ യാത്രയൊക്കെ പോയിട്ട് വരുമ്പോൾ ഇതുപോലൊരു ചായ ഒന്ന് അങ്ങോട്ട് ഇട്ട് കുടിച്ചാലുണ്ടല്ലോ, നമ്മുടെ ക്ഷീണവും എല്ലാം പമ്പ കിടക്കും. നമ്മൾ നല്ല ഉഷാറാവുകയും ചെയ്യും. പഞ്ചസാരയൊക്കെ ഏകദേശം മെൽറ്റായി വരുന്നുണ്ട്. ഇനി ഇച്ചിരി ഒന്ന് കളറും കൂടെ മാറുന്നത് വരെ ഒന്ന് നോക്കണം. നമുക്ക് തേയിലപ്പൊടി വേണ്ട, അല്ലെങ്കിൽ കാപ്പിപ്പൊടി വേണ്ട, ഒന്നും വേണ്ട. സാധാരണ പഞ്ചസാരയും വെള്ളവും മാത്രം വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ചായ ഉണ്ടാക്കാം. നല്ല ക്ഷീണവും നമുക്ക് തലയ്ക്കുള്ള ഒരു പെരുപ്പും മത്തും അതൊക്കെ ഒന്നങ്ങ് മാറിക്കിട്ടും. യാത്ര പോകുമ്പോഴോ അല്ലാതെ വീട്ടിൽ ഇരിക്കുമ്പോഴും നമുക്ക് ചിലപ്പോഴൊക്കെ ഒരു ക്ഷീണം ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ചായ ഇട്ട് കുടിക്കാം. നല്ലവണ്ണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളം ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, ഇത് പൊട്ടും, ഇങ്ങനെ പെട്ടെന്ന് പൊങ്ങി ഇങ്ങ് വരും. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് നിന്ന് ഇത് ചെയ്യാവൂ, ഇല്ലെങ്കിൽ കയ്യിൽ മുഖത്തുമൊക്കെ ഇത് തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട്, പറ്റുമെങ്കിൽ നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഒഴിക്കുക. അതിനുശേഷം നിങ്ങൾ കത്തിക്കുക. ഞാൻ പെട്ടെന്ന് ഓഫ് ചെയ്തിട്ടാണ് എന്നിട്ട് വീണ്ടും ഗ്യാസ് കത്തിച്ചു. ഇതൊന്ന് നല്ലവണ്ണം തിളക്കട്ടെ. ആ സമയം നമ്മൾ മാറ്റി വെച്ചിരുന്ന ഏലക്കായും ഗ്രാമ്പൂവും പട്ടയും എല്ലാം കൂടെ ഒന്നങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം തിളക്കട്ടെ. തിളച്ചതിൻ്റെ ആ ഒരു ചുവയൊക്കെ ഒന്ന് അതിലോട്ടൊന്ന് ഇറങ്ങട്ടെ. നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. ഏലക്കായ്ക്കൊക്കെ നല്ല മണമാണല്ലോ. ഞാനൊന്ന് പൊട്ടിച്ചാണ് ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇതെല്ലാം സത്തെല്ലാം ഒന്ന് ഇറങ്ങിക്കോളും. എന്നിട്ടൊരു 3/4 ഗ്ലാസ് പാല് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. ഇതൊന്ന് നല്ലവണ്ണം തിളച്ച് വരട്ടെ. ഈ പാല് തിളയ്ക്കുന്ന കൂട്ടത്തിൽ ഏലക്കായും ഗ്രാമ്പും എല്ലാം ഒന്നുകൂടെ തിളച്ച് കിട്ടും. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ വെറുതെ ഒന്ന് ഇളക്കി എന്നുള്ളതേ ഉള്ളൂ. കാരണം പഞ്ചസാരയെല്ലാം മെൽറ്റായതെല്ലാം മാറി നമ്മൾ വെള്ളം ഒഴിച്ച് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ചായ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഒരു കപ്പിലോട്ട് മാറ്റാം. അരിച്ചൊഴിക്കാം. കാരണം ഗ്രാമ്പൂവും ഈ പൊടിയൊക്കെ കാണുമല്ലോ, അപ്പോൾ അതൊക്കെ കാണും. അത് അരിച്ചൊന്ന് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് നോക്കാം. അടിപൊളി ചായ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ക്ഷീണവും ഒക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളും ഇതുപോലെ ഒരു ചായ ഇട്ട് നോക്കുക. ഇട്ട് നോക്കിയിട്ട് നിങ്ങൾ കമൻ്റ് അറിയിക്കുക. ഓക്കെ, എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയിക്കാവുന്നുള്ളതേ ഉള്ളൂ. നല്ലതാണോ കൊള്ളത്തില്ലേ ഇതെല്ലാം നിങ്ങളൊന്ന് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒരു ചായ ഉണ്ടാക്കി കുടിക്കുക. ഓക്കെ, കണ്ടോ? ബൈ.